ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പലവിധ നിയോഗങ്ങളോടുകൂടിയാണ് ഈ ശുശ്രൂഷയിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നത്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, ദൂരങ്ങളിലുള്ളവർ, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്നവർ, കർത്താവെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു. കണ്ണടച്ച് കരങ്ങൾ കൂപ്പി ഏതെങ്കിലും ഒരു നിയോഗം ഇപ്പോൾ മനസ്സിൽ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാമോ? ഏതെങ്കിലും ഒരു നിയോഗം. കർത്താവെ, ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഞാനിവിടെ പങ്കെടുക്കുമ്പോൾ ഇന്ന കാര്യം കർത്താവെ അങ്ങ് ഇടപെടണം, ഇന്ന വിഷയത്തിൽ കർത്താവെ അങ്ങ് ഇടപെടണം. മനസ്സിൽ അത് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ നമ്മുടെ മകളെക്കുറിച്ചും മകനെക്കുറിച്ചുമാവും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരിവിടെയുണ്ട്. ജീവിത പങ്കാളി ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിന് ചുറ്റും, ദേശത്തിന് ചുറ്റും ഈ ശുശ്രൂഷ സമയത്ത് ഒരുങ്ങട്ടെ. പ്രത്യേകമായിട്ട് ഇന്നേ ദിവസത്തിൽ ആശുപത്രികളിൽ ഏതെങ്കിലും ഓപ്പറേഷന് വിധേയരാകുന്നവർ, ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നവർ, ഏതെങ്കിലും പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പരീക്ഷ എഴുതുന്നവർ, അങ്ങനെ തുടങ്ങി ഏതെങ്കിലും മേഖലകളിൽ ഇന്ന് ഈ മണിക്കൂർ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മണിക്കൂർ അത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് കരുതുന്ന ചില മേഖലകളും വ്യക്തികളും ഉണ്ടാവും. അവരെ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അഭിഷേകം ചുറ്റുവട്ടത്ത് ഈ പ്രാർത്ഥന ആവശ്യമുള്ള ഓരോ വ്യക്തികളിലേക്കും ഒഴുകണം. രണ്ട് കരങ്ങളൊന്നും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ദിനവൃത്താന്തത്തിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായം 15-ാം തിരുവചനം പറയുന്നു, ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ സമർപ്പിച്ച നിയോഗം നമുക്ക് ഓർക്കാം. അപ്രതീക്ഷിതമായ ചില രോഗങ്ങൾ വന്നതിന് ശേഷം വല്ലാണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. സാമ്പത്തികമായ വലിയ ദുരിതത്തിൻ്റെ മുമ്പിൽ വല്ലാണ്ട് സങ്കടപ്പെടുന്നവരുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ ജീവിതം മുന്നോട്ട് നീങ്ങുന്നില്ല. ദൈവമേ, അപ്രതീക്ഷിത സംഭവങ്ങളുടെ മുമ്പിൽ വല്ലാണ്ട് ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തുള്ള മക്കളെ ഓർത്ത്, ജീവിത പങ്കാളി ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട്. യുദ്ധക്കെടുതി പലതരത്തിൽ കുടുംബങ്ങളിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ പല മേഖലകൾ വ്യാപിച്ചിട്ടുണ്ട്. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യാത്രാമാർഗങ്ങളിൽ പല വ്യക്തികൾക്ക് പല സ്ഥലങ്ങൾ തടസ്സങ്ങളുണ്ട്. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് നേരെ അങ്ങയുടെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുമെന്നുള്ള വചനം ഞങ്ങൾ വിശ്വസിച്ച് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും നാവ് തുറന്ന് ഹൃദയം തുറന്നൊരല്പസമയം ഒന്ന് സ്തുതിക്കട്ടെ. അടുത്ത് നിൽക്കുന്നവരെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട, മറിച്ച് നിനക്കെങ്ങനെയാണോ പ്രാർത്ഥിക്കാനായി പരിശുദ്ധാത്മാവ് കൃപ നൽകുന്നത് അതുപോലെ സ്തുതിക്കട്ടെ. പോരാ, കരങ്ങൾ ഉയർത്തി എല്ലാവരും നിനക്കെങ്ങനെയാണോ പ്രാർത്ഥിക്കാനായി കൃപയുള്ളത് അതുപയോഗിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് ഏവരുടെ മേലും വെളിപ്പെടാൻ കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി യേശുവേ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പം കൂടെ സ്വരം ഉയർത്താവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തുടർന്നുള്ള സമയം കർത്താവ് വലിയ അഭിഷേകത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമയമാണ്. നമുക്ക് ഒരുമിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ദൈവം തെരഞ്ഞെടുത്ത വ്യക്തികളാണ് ഇപ്പോൾ ഈ അൾത്താരയുടെ മുമ്പിലുള്ളത്, ഈ ഓൺലൈൻ ശുശ്രൂഷയിലുള്ളത്. അത് വിശ്വസിച്ചോണം. ദൈവം തെരഞ്ഞെടുത്തവർ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മുടെ ഈ ശുശ്രൂഷ സമയം ഇത് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു സമയമാണ്. ഇത് ദൈവം തെരഞ്ഞെടുത്ത് നമ്മുടെ കയ്യിലേക്ക് വച്ചിരിക്കുന്ന സമയമാണ്. പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചോളൂ, കണ്ണടച്ചോ. നിനക്ക് വേണ്ടി നീ മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. നീ അത് വിശ്വസിച്ചോണം.
നീ ഈ ആലയത്തിൽ വന്ന് യേശുവേ എന്ന് വിളിച്ചാൽ നിനക്കത് അനുഗ്രഹമായിട്ട് മാറും. നീ ഇവിടെ വന്നിട്ട് ഈശോയെ എന്ന് വിളിക്കുമ്പോൾ നീ പോലും അറിയാതെ ഒരു സ്വർഗീയമായ അന്തരീക്ഷം നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ വെളിപ്പെടും. അപ്പം അതുകൊണ്ട് ആഗ്രഹിച്ചോണം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച്, പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം എൻ്റെ മേൽ വേണം. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ എൻ്റെ മേൽ അത്ഭുതകരമായി പ്രവർത്തിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരിൽ കടന്നു വന്ന് പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ് പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നു. രാജാക്കന്മാരിൽ, പ്രവാചകന്മാരിൽ, ദൈവപുരുഷന്മാരിൽ ശക്തമായിട്ട് ആവസിച്ച പരിശുദ്ധാത്മാവ് പുതിയ നിയമ വഴികളിൽ സക്കറിയായിലും എലിസബത്തിലും ഔസേപ്പിതാവിലും പരിശുദ്ധ അമ്മയിലും നിറഞ്ഞു നിന്നിരുന്ന പരിശുദ്ധാത്മാവ് ഇതാ അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും നിറയുന്ന സമയമാണ്. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച്, നീ ആരുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ ഇന്നോളം എന്ത് സംഭവിച്ചിട്ടുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, സാരമില്ല. ഇപ്പോൾ നീ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാവുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിന്നിൽ ഈ അഭിഷേകം അങ്ങ് ജ്വലിക്കാൻ തുടങ്ങും. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കും. നിന്റെ തലയ്ക്കകത്തുള്ള അന്ധകാരത്തിൻ്റെ കെട്ടുകൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. നിന്റെ തലയ്ക്കകത്തുള്ള എതിർപ്പിൻ്റെ ചിന്തകൾ പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റും. നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ശക്തി നിന്നെ കർത്താവ് പുതുക്കി പണിയും. ഓ പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് എല്ലാവരും ആഗ്രഹിക്കണം. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണമേ. കീപ് യുവർ ബോത്ത് ഹാൻഡ്സ് ഓൺ യുവർ ഹെഡ്. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പറ്റുമെങ്കിൽ ആ 2 കരങ്ങളൊന്ന് ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾ വചനത്താൽ നിറയുമ്പോൾ നിങ്ങളുടെ അന്തരീക്ഷത്തിൽ വലിയ ദൈവീക ഇടപെടലുകൾ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ പ്രവർത്തികളിലും നിങ്ങൾ എവിടെയെല്ലാം പോകുന്ന അവിടെയൊക്കെ വലിയ അഭിഷേകം നിറയും. ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. അത്ഭുതകരമായ ദൈവശക്തി വെളിപ്പെടട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആർക്കെങ്കിലും ശാരീരിക രോഗപീഠകളാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പോലും പറ്റാത്തവണ്ണം വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇതാ നിന്റെ മേൽ വചനം ഒരു സൗഖ്യമായിട്ട് വെളിപ്പെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊള്ളൂ. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന രോഗികളുണ്ട്, പലവിധ ഭാരങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങ് ദൂരങ്ങളിൽ നിന്ന് ഒരിക്കലെങ്കിലും ഈ പോട്ടാശ്രമത്തിൽ വന്ന് പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൊതിയോടെ കാത്തിരിക്കുന്നവരുണ്ട്. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ കർത്താവിൻ്റെ ശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. നിന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. സ്വർഗം തുറന്ന് ഒരു സ്വർഗീയ ശക്തി നിന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. ഏതെങ്കിലും പാരമ്പര്യ രോഗപീഠകളാൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ശരീരത്തിലേക്ക് യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി കടന്നു വന്ന് വലിയൊരു സൗഖ്യം നിന്നിലേക്ക് വെളിപ്പെടട്ടെ. ജെറമിയായുടെ പ്രവചനം 17-ാം അധ്യായം 14-ാം തിരുവചനം, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഈ വചനം ആവർത്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ. 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പറഞ്ഞുകൊള്ളൂ. രോഗികൾ പ്രത്യേകിച്ച് ഈ വചനം ഏറ്റു പറഞ്ഞുകൊള്ളൂ. കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. മാനസിക ദുഃഖത്തിൽ ഭാരത്തിൽ കഴിയുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് ഇതും കൊണ്ടും സമർപ്പിച്ചോളൂ. ചില ഉത്തരം കിട്ടാത്ത ചില കാര്യങ്ങൾ വല്ലാണ്ട് വിമിഷ്ടപ്പെടുന്നവരുണ്ട്, വല്ലാണ്ട് ഞെരുങ്ങുന്നവരുണ്ട്. ഇതാ നിന്റെ മേൽ ജെറമിയ 17:14 സംഭവിക്കട്ടെ. കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവ് എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇതാണ് മരുന്ന്. ഈ വചനമാണ് നിന്റെ മരുന്ന്. ഇതങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ നിന്റെ മനസ്സിൻ്റെ ഭാരം മാറും. ഇതാ ജെറമിയ 17:14 നിന്നിൽ സംഭവിക്കട്ടെ. കർത്താവ് എന്നെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവ് എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഏതെങ്കിലും ബന്ധ തകർച്ചകളിൽ ഭാരം അനുഭവിക്കുന്നവര്, ഒരുപക്ഷെ ജീവിത പങ്കാളിയോട് വഴക്കിട്ട് മിണ്ടാണ്ടിരിക്കുന്നവര്, അകന്നു കഴിയുന്നവര്, വിവാഹമോചനത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്നവരുണ്ടാകും. ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചിലരെ മനസ്സിൽ ഇപ്പോൾ കർത്താവ് തെളിയിച്ചു തരും. അവർക്ക് വേണ്ടി
പ്രാർത്ഥിക്കുന്നതിന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നെ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. നിന്റെ വീട്ടിലുള്ള, നിന്റെ അയൽവാസികളായ, നിന്റെ സൗഹൃദ വലയത്തിലുള്ള ചില വ്യക്തികളെ കർത്താവ് ഓർമ്മയിൽ കൊണ്ടുവരും. അവരെ ഓർത്ത് നീ പ്രാർത്ഥിക്കണം. നിന്റെ പ്രാർത്ഥന അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. ഏതെങ്കിലും ബന്ധങ്ങളിൽ തകർച്ചകൾ അനുഭവപ്പെടുന്നവർ, ഒരു കൊച്ചു സൗന്ദര്യപ്പിണക്കം പോലും ആവാം, അത് സംഭവിച്ചതിന് ശേഷം പരസ്പരം മിണ്ടാതെ കലഹിച്ചു കഴിയുന്നവർ, ചില കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കളും തമ്മിൽ അങ്ങനെ നാളുകളായി സംസാരിക്കാതെ കലഹത്തിന്റെ ദുരാത്മാവിന് അടിമപ്പെട്ടവരുണ്ടല്ലോ. ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ, സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കാതെ എപ്പോഴും വിഘടിച്ചും കലഹിച്ചും കഴിയുന്നവരുണ്ടല്ലോ. ദാ ഈ സമയത്ത് പ്രാർത്ഥിച്ചു കൊള്ളണം. ഓ ജെറമിയ 17:14 സംഭവിക്കട്ടെ. കർത്താവേ എന്നെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷ പ്രാപിക്കും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. കർത്താവെ ഞാൻ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു കർത്താവെ, ഇതെന്നിൽ സംഭവിക്കട്ടെ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഓ കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു, ഇതെന്നിൽ സംഭവിക്കട്ടെ. ജെറമിയ 17:14 എന്നിൽ സംഭവിക്കട്ടെ. Book of Jeremiah chapter 17 verse 14. Yes, let it happen in my life. Heal me, O Lord, so that I may be healed. Save me, O Lord, so that I may be saved. For you are my praise. You are my praise. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ, അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് സ്വയം വിശുദ്ധീകരിക്കുക. Put a cross on your forehead and bless yourself. കരങ്ങൾ കൂപ്പി കത്തോലിക്ക സഭയിലെ ശക്തമായ ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയാണ് വിശുദ്ധ മിഖായേലിനോടുള്ള പ്രാർത്ഥന. നമുക്കൊന്നൊന്ന് ചെല്ലാമല്ലോ. ഒന്ന് ഏറ്റുചൊല്ലിക്കേ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, 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 ആമേൻ. എൻ ദേശമുണർന്ന